കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും കർത്താവ് തന്റെ അനുഗ്രഹം ചൊരിയും. നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാം. എല്ലാവരും ഹൃദയം തുറന്ന് വിളിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവവും രക്ഷകനുമായ എന്റെ ഈശോയെ, ദൈവത്തിന്റെ കുഞ്ഞാടേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവവും എന്റെ ദൈവവും എന്റെ ദൈവവും രക്ഷകനുമായ എന്റെ ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങേക്ക് ഞങ്ങൾ ഈ ദിവസം ഓശാന പാടുന്നു. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് യേശുനാഥ, അങ്ങേക്ക് ഞങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥ, ഞങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും വഹിക്കണമേ, അനുഭവമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. മെത്രാനച്ചന് വേണ്ടി, വികാരിയച്ചന് വേണ്ടി, സഹപ്രവർത്തകർക്ക് വേണ്ടി, ഇടവക്കാർക്ക് വേണ്ടി, ഈ ദേശത്തെ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ഇവിടെ വന്നിരിക്കുന്നവർക്ക് വേണ്ടിയും അമ്മേ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രൈസ് ദി ലോർഡ്. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ആദ്യമേ അതൊന്ന് വായിക്കാം. ലവോദീക്കിയയിലെ സഭയുടെ ദൂതനെ എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുളിച്ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്നോഷ്ടനാകയാൽ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീഷ്ണതയുള്ളവനാകുക, അനുദപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഞാൻ വിജയം വരിച്ച് എന്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആത്മാവ് സഭകളോട് അരുളിച്ചെയ്യുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ധ്യാന വിഷയം ഈ 8-9 വാക്യങ്ങളാണ്. 1-ാമത്തെ വാക്യം വായിക്കാം.
ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, യേശു കർത്താവ് വെളിപാട് യോഹന്നാന് തന്റെ ദൂതൻ വഴി കൊടുത്ത സന്ദേശത്തിലെ ഒരു പ്രത്യേക ഭാഗം. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഈ സന്ദേശം പറയുന്നത് മറ്റാർക്കോ വേണ്ടിയല്ല. ഇവിടെ ആയിരിക്കുവാൻ, ഇവിടെ കേൾക്കുവാൻ, ഇവിടെ ധ്യാനിക്കുവാൻ യേശു കർത്താവ് തന്റെ ആത്മാവിനാൽ വരം തന്നിരിക്കുന്ന നമുക്ക് വേണ്ടിയുള്ള സന്ദേശമാണ് ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുളി ചെയ്യുന്നു. ഇതാരായിരിക്കാം? യേശു കർത്താവ്. വിശ്വസ്തൻ, സത്യവാൻ, ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭമായിരിക്കുന്ന ആമേൻ അരുളി ചെയ്യുന്നു. ആരോടെ? ഇന്നിവിടെ ആയിരിക്കുന്ന, ഇവിടെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും. എന്താണ് പറയുന്നത്? നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും മുഖത്ത് നോക്കി ഹൃദയമറിയുന്ന കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിന്റെ ജീവിതം അറിയുന്നു, നിന്റെ ചിന്തയറിയുന്നു, നിന്നെ പൂർണ്ണമായും ഞാൻ കാണുന്നു. ആർക്കെങ്കിലും എന്നെ ദൈവം അറിയുന്നില്ലെന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. എല്ലാ മനുഷ്യ വ്യക്തികളെയും മുഴുവനായും അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അവിടുന്ന് ഇപ്പോൾ ധ്യാനത്തിന് 2-ാം ദിവസം സന്ധ്യാസമയത്ത് പറയുന്നു, ഞാൻ നിന്നെ അറിയുന്നു. ഒരിക്കൽ ദൈവം തീരുമാനിച്ചു, ഇസ്രായേലിന്റെ രാജസ്ഥാനത്തു നിന്നും സാബൂളിനെ മാറ്റുക. അടുത്ത രാജാവായി ജെസയുടെ മക്കൾ ഒരുവരെ അഭിഷേകം ചെയ്യുക ദൈവം തീരുമാനിച്ച ദൈവം അന്നത്തെ പ്രവാചകനായിരുന്ന ശമൂവേലിനെ വിളിക്കുന്നു, നീ ചെന്ന് ജെസ എന്ന മനുഷ്യന്റെ മക്കൾ ഒരുവനെ അടുത്ത രാജാവായി അഭിഷേകം ചെയ്യുക. ജെസ ബെത്ലഹേമിൽ വന്നു. അപ്പനെ വിളിച്ച് വിവരം പറഞ്ഞു, ചേട്ടാ നിങ്ങളുടെ മകനാ രാജാവ്. അപ്പന് സന്തോഷമായി. ഓടിച്ചെന്ന് മൂത്ത 3 മക്കളെ കൊണ്ടുവന്നു. മൂത്ത 3 മക്കളും സാബൂളിന്റെ സൈന്യത്തിൽ വേല ചെയ്യുന്നവരാ, ആരോഗ്യമുള്ളവരാ, കഴിവുള്ളവരാ. അപ്പൻ ആദ്യമേ പോയി ആരോഗ്യവും കഴിവും ഒക്കെയുള്ള 3 പേരെ കൊണ്ട് മുന്നിൽ നിർത്തി. 1 ശമൂവേൽ 16:7 പറയുന്നു, മനുഷ്യനായ പ്രവാചകൻ ശമൂവേൽ പോലും തന്റെ മാനുഷിക വീക്ഷണത്തിന് ഏലിയാവിനെ നോക്കിയപ്പോൾ അവനായിരിക്കാം അടുത്ത രാജാവെന്ന് ചിന്തിച്ചുപോയി. എന്നാൽ അവന് പ്രവചനം ലഭിക്കുന്നു, കർത്താവിന് ദർശനം ലഭിക്കുന്നു, അവനല്ല. അബീനാദാബിനെ കൊണ്ടുവന്നു, കർത്താവ് അരുളി ചെയ്തു, അവനല്ല. ശമ്മാവിനെ കൊണ്ടുവന്നു, അവനല്ല. മൊത്തം 8 പിള്ളേരാ. 7നെയും കൊണ്ടുവന്നു, 7 അല്ല. പ്രവാചകൻ ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ജെസേ പറഞ്ഞു, ഒരു കൊച്ചി ചെറുക്കനുണ്ട്, അവനെ ഞങ്ങൾ ആടിനെ നോക്കാനായിട്ട് വിട്ടിരിക്കുക. അപ്പോൾ കർത്താവിന്റെ ഉള്ളപ്പാട്, അപ്പന്റെ ദൃഷ്ടിയിൽ ചെറിയവനെന്നും നിസ്സാരനെന്നും കാണുന്ന ആ കൊച്ചനെ അടുത്ത രാജാവായി അഭിഷേകം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കാണുന്നത് മാനുഷിക വീക്ഷണമല്ല, ദൈവത്തിന്റെ വീക്ഷണം. ആ 8 പേരുടെയും ഹൃദയം കണ്ടവൻ 8 പേർ ഇളയവനായ ദാവീദിനെ അടുത്ത രാജാവാക്കുവാൻ തീരുമാനിച്ചു. കാരണം ഞാൻ നിങ്ങളെ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ അറിയുന്നു. ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന, പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന, കൈകൾ വിരിച്ചു പിടിച്ചിരിക്കുന്ന, എല്ലാ ആഴ്ചയിലും കുമ്പസാരക്കൂടി കൈ ഉയർത്തിപ്പിടിക്കുന്ന, സ്തോത്രക്കാഴ്ച കൊടുക്കുന്ന, ഭക്തിയായി ജീവിക്കുന്ന
നമ്മോട് കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ അറിയുന്നു. നമ്മളെ എങ്ങനെ അറിയുന്നുവെന്ന് 139 സങ്കീർത്തനം പറയുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തന പുസ്തകം 139. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഓരോ മനുഷ്യ വ്യക്തിയും പറയട്ടെ, എന്റെ കർത്താവ് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. എനിക്ക് അവിടുത്തെ മുമ്പിൽ ഓടി ഒളിക്കുക സാധ്യമല്ല. യോന നിനിവയിൽ പോകാതെ ഓടി ഒളിച്ചു, കപ്പലിൽ കയറി. കർത്താവ് അവനെ കണ്ടു. കപ്പലിൽ നിന്ന് അവനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. കർത്താവ് ആജ്ഞാപിച്ചു, തിമിംഗലം അവനെ വിഴുങ്ങുക. അവൻ തിമിംഗലത്തിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവ് അവനെ കേട്ടു. ആ കർത്താവ് ഈ സന്ധ്യാസമയത്ത് ഇവിടെയായിരിക്കുന്ന ഓരോ വ്യക്തിയോടും പറയുന്നു, ഞാൻ നിന്നെ അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഞാൻ എവിടെ ഇരിക്കുന്നു, എന്തിനിരിക്കുന്നു, എന്ത് നോക്കിയിരിക്കുന്നു, എന്തിനു വേണ്ടി വന്നിരിക്കുന്നു? കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും. ഞാൻ എഴുന്നേൽക്കുന്നതും. എന്തിനെഴുന്നേൽക്കുന്നു? വീടി വലിക്കാനാണോ? ദൈവമായ കർത്താവ് പറയുന്നു, നീ എഴുന്നേൽക്കുന്നതും ഞാൻ അറിയുന്നു. വീണ്ടും എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ ചിന്തകള്, നമ്മുടെ പ്ലാനുകള്, മുറിക്കകത്ത് ഭാര്യയും ഭർത്താവും രഹസ്യമായി ബൈബിള് പറയുന്നു, നിന്റെ വിചാരങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. അയൽക്കാർക്കെതിരായി, ബന്ധുക്കൾക്കെതിരായി, മാതാപിതാക്കൾക്കെതിരായി, മക്കൾക്കെതിരായി, സ്നേഹിതന്മാർക്കെതിരായി നാം വിചാരിച്ചതും ചിന്തിച്ചതും കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മളെ അറിയുന്ന കർത്താവിന് മുമ്പിൽ കൈ ഉയർത്തി കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈ ഉയർത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുനാഥ, യേശുനാഥ, കരുണയായിരിക്കണമേ. ഞങ്ങളെയല്ല മുഴുവനായും മുഴുവനായും കാണുന്നവനെ, അറിഞ്ഞവനെ, അറിയുന്നവനെ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ വ്യക്തിജീവിതം, പ്ലാനുകള്, പദ്ധതികള്, ചിന്തകള്, പ്രവൃത്തികള്, കുടുംബജീവിതം, എല്ലാം കാണുന്നവനെ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ അറിയുന്നത്? നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. ദൈവജനമേ, ഈ സന്ധ്യാസമയത്ത് ദൈവമായ കർത്താവിന് നമ്മോട് പറയാനുള്ളത് ഇതാണ്: നീ തണുപ്പുള്ളവനുമല്ല, ചൂടുള്ളവനുമല്ല. തൊട്ടുതാഴെ തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ. കർത്താവ് നമ്മോട് പറഞ്ഞത്, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല, ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നെങ്കിൽ? തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ. വീണ്ടും പറയുന്നു, ചൂടോ തണുപ്പോ ഇല്ലാതെ മന്നോഷ്ണനാകയാൽ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. അതിന്റെ അർത്ഥം, ഞാനും നിങ്ങളും ദൈവമായ കർത്താവിന്റെ വായിലാണ്.